ഇറ്റ്സ് മീ ഹെൽത്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കയ്യിലുണ്ടോ ഇത് ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് രാത്രി മേലെ എഴുതിപ്പോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറോ ഒരു മാസ്ക് ഇട്ടില്ലോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതൊക്കെ ചെയ്യാമെന്ന്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് കുറച്ച് ഹെയർ ഉണ്ട്, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് വാങ്ങിക്കുന്ന ആക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ACO എന്നാണോ ആക്കോ എന്നാണോ അറിയില്ല, ആ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഒരു മോയ്സ്ചറൈസർ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്തുള്ള കുറച്ച് രോമങ്ങളൊക്കെ ഇല്ലേ, കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ലാസ്റ്റ് വീക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ താഴെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഇപ്പം ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാർമേസിൻ്റെ ഈ ഒരു റേസറാണ്. ഇതല്ലാണ്ട് ഞാൻ ബ്രോണിൻ്റെ റേസറാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. വൈ ബിക്കോസ് അതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. പക്ഷേ ഇതാവുമ്പം ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കിൻ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ആണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത്യാവശ്യം ഉള്ളതങ്ങ് പോരും. പിന്നെ നാളൊരു ദിവസം ആക്കിയപ്പോൾ ഞാൻ ഈ കൃതാവും കൂടെ അങ്ങോട്ട് എടുത്തു. പിന്നെ ഇതിപ്പോൾ വളരുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ട ഷേപ്പിലാണ് വളരുന്നത്. അത് കുറച്ചാൽ അങ്ങനെ എടുക്കുന്നുണ്ടാവും, എന്നിട്ടായിരിക്കും അത് നേരെയായി വരിക. അപ്പം നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസറിന് പകരം ആക്ച്വലി ഞാൻ ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ, അങ്ങോട്ടാണ് നോക്കുന്നത്. മോയ്സ്ചറൈസറിന് പകരം അലോവേര ജെല്ലും യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഇപ്പം കുറേ ആയിട്ട് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അലോവേര ജെൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, ആവി പോകുന്നൊക്കെ പറയണ പോലെ ഒട്ടി അങ്ങോട്ട് പോകും. അപ്പം മോയ്സ്ചറൈസർ ആകുമ്പോൾ ആ ഒരു മോയ്സ്ചറൈസിങ് ആ ഒരു എഫക്റ്റ് ഇല്ല. അത് ത്രൂ ഔട്ട് നമ്മൾ ഈ ഷേവ് ചെയ്യുന്ന ഫുൾ ടൈം ഉണ്ടാവും. ഞാൻ ഫുൾ ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനും പിന്നെ നെറ്റിയും പിന്നെ മീശ അതാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ഇപ്പോൾ കാർമേസി പോലത്തെ പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡിൻ്റെത് വാങ്ങിക്കുക. ചിലത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കുരുക്കൾ വരുന്നു. പണ്ടൊരു ടിങ്കിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായിരുന്നു യൂസ് ചെയ്യാറ്. പക്ഷെ അത് പെട്ടെന്ന് കുരു വരുമായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ചുകൂടെ നല്ല ബ്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 4-5 പ്രാവശ്യം മാക്സിമം ഒരു റേസർ യൂസ് ചെയ്യുക. ഇതിൻ്റെ പേര് ഡിസ്പോസിബിൾ റേസേഴ്സ് എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഡിസ്പോസ് ചെയ്യണം എന്നാണ്. അപ്പം ഡിസ്പോസ് തന്നെ ചെയ്യാം കേട്ടോ. ഒരുപാട് കാലം എന്ന് വെച്ചാൽ 2-3 മാസത്തേക്കൊന്നും ഒരു റേസർ വെക്കരുത്. മാക്സിമം ഒരു 6 പ്രാവശ്യമൊക്കെ മാത്രം ഒരു റേസർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കൂടെ ചെയ്യാം. യെസ്, അപ്പം ഫേസ് അത്യാവശ്യം ഞാൻ ഒക്കെ പൊക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ബിക്കോസ് എനിക്ക് അവിടെ അത്ര രോമല്ല. ഇവിടെ ഞാൻ തൊടുമ്പം എനിക്ക് പെട്ടെന്ന് കുരു വരാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ഹെയർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് കളയാം. ഇനി ഞാൻ ഫേസ് വാഷ് ഇടുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ വാട്ടറിലൊന്ന് ഫേസ് വാഷ് ചെയ്യണേ. പച്ചവെള്ളം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ഫേസ് മാസ്ക് ഇടാന്ന് വിചാരിച്ചു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പം യൂഷ്വലി ഞാൻ ഒരു ഫേസ് ടവൽ വേറെ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് അലക്കാനുള്ളതിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതേ പുതിയതായിട്ട് എടുത്തിട്ടുള്ള തോർത്തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഇട്ട് ഉരയ്ക്കുന്നില്ല. ഇതല്ലെങ്കിൽ ഫേസ് ടിഷ്യൂ ഇല്ലേ, അതും യൂസ് ചെയ്യാം കേട്ടോ. അത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. കാരണം നമുക്ക് പിന്നെ തീരെ ഒരു ബാക്ടീരിയ അങ്ങനെയൊന്നും അതിനകത്ത് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് മാസ്ക് ഈസ് ദിസ് മാസ്ക്. കണ്ടോ, ഇത് ഡോക്ടർ ഷെത്തിന്റെ പാഷൻ ഫ്രൂട്ട് ആൻഡ് സൾഫർ മാസ്ക് ആണ്. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇതന്നെ എൻ്റെ കയ്യിലുള്ളൂ. സോ കുറച്ച് എടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരുപാട് എടുക്കുന്നില്ല. പിന്നെ ഫേസിൽ ഇപ്പോൾ ഓൾറെഡി ആ ഒരു കുറച്ചൊന്നും വെച്ചല്ലേ, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മുകളിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ഫുള്ളായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ്സ്, 20 മിനിറ്റ്സ് ഒന്നും ഇരിക്കുന്നില്ല. ഒരു 5-10 മിനിറ്റ്സ് അങ്ങനെ വലിഞ്ഞ് മുറുകണ വരെ ഇരിക്കുന്നില്ല. പിന്നെ ആ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മളിങ്ങനെ സംസാരിക്കരുതെന്ന് പറയൂ കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് നേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇത് എൻ്റെ കമ്മലിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇത് കിടക്കണത്, വേദനിക്കണം. ബട്ട് കുഴപ്പമില്ല. ഓക്കെ, ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ ഉരയ്ക്കായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇങ്ങനത്തെ കോട്ടൺ പാഡ്സ് എടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇങ്ങനെ വെള്ളമാക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ആക്കും. എന്നിട്ട് നമ്മളിങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ വൈപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കും. മുകളിലേക്ക് തന്നെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഡ്രൈ ആയ ഇത് കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ അത്ര ഡ്രൈ ആക്കാറില്ല. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് ആണ് മാക്സിമം വെക്കാറ്. ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്കിങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. കണ്ടോ, അപ്പം അത്യാവശ്യം ക്ലീൻ ആയിട്ട് വരും. ആൻഡ് നമുക്കത്ര മെസ്സി ആവില്ല. പിന്നെ യൂഷ്വലി ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഞാൻ കേട്ടോ ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. നന്നായിട്ട് ഞാനൊന്ന് മുഖം പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിൽ ഞാൻ ഫേസ് വാഷ് ഇനി യൂസ് ചെയ്യില്ല. ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഫേസ് വാഷ് യൂസ് ചെയ്തല്ലോ.
റീസെന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഫേസ് വാഷിനാണ്. പിന്നെ അല്ലാണ്ട് ബയോഡർമേന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡോട്ട് ആൻഡ് കിൻഡ്, ഇത് മൂന്നാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറ്. സോ ഇന്ന് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ 2 പ്രോഡക്ട്സ് ആണ്. ഇത് കോസ്മെറ്റിക്സിന്റെ സീറോ മോയ്സ്ചറൈസർ ആണ്. വൈ ദിസ് പ്രോഡക്ട്സ് എന്ന് ചോദിച്ചാൽ ഇന്നിപ്പം മാസ്ക് ഒക്കെ ഇട്ടു, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് മോയ്സ്ചറൈസിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രാത്രി യൂസ് ചെയ്താൽ നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴത്തേക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു അത് യൂസ് ചെയ്യാമെന്ന്. എൻ്റെ ചെവി ഇതിന്ന് ചാടി പുറത്ത് വന്നിട്ടുണ്ട്. ദറ്റ്സ് ഓക്കെ. സോ നമ്മൾ ഈ സിറം എടുത്തിട്ടുണ്ട്. അതാ മുഖത്ത് തൊടാണ്ട് ഇങ്ങനെ ആക്കാം കേട്ടോ. സോ സിറം ഇട്ടു. ഇനി അടുത്തത് മോയ്സ്ചറൈസർ ആണ്. ഇത് കുറച്ചും കൂടെ തിക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് തേക്കിടാം. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാടൊന്നും ഇടാറില്ല കേട്ടോ. ഞാനിതാ ഇങ്ങനെ 1-2 പ്രാവശ്യമായിട്ട് ചെയ്യാറാണുള്ളത്. കണ്ടോ, 3 എണ്ണം. എന്നിട്ട് നമ്മൾ സാധാ മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, അത് തന്നെ ബാക്കിയുള്ളത് കഴുത്തിലേക്ക് ഇടും. മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ അതാണ് ബേസിക്കലി എൻ്റെ രാത്രിക്കത്തെ സ്കിൻ കെയർ. ഞാനങ്ങനെ വേറെ പ്രൊഡക്ട്സ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇനി ഒരു പ്രൊഡക്റ്റ് ഉള്ളത് ലിപ് ബാം ആണ്. ലിപ് ബാം ഏതാണെങ്കിലും ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലനേജിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ലനേജിൻ്റെ ഈ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം നമുക്ക് എടുക്കാം. ചിലപ്പോൾ ഒരു കളർ വ്യത്യാസം തോന്നുമായിരിക്കും. ഞാൻ കുറച്ച് കട്ടിയിൽ എടുത്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ചൂട് നല്ലോണം ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇതാണ് നമ്മളെ രാത്രിക്കത്തെ സ്കിൻ കെയർ കേട്ടോ. ഫേസിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ മേലെ കഴുകി ഇറങ്ങിയതാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സെറാവയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ, ഇത് ആക്ച്വലി ഫേസ് ലോഷൻ ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ കൈ കഴുകിയിട്ടില്ല കേട്ടോ. ബിക്കോസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് മോയ്സ്ചറൈസറും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് ഈ ഒരു പോർഷനിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഈ ഒരു ലോഷൻ ഇട്ട് കൊടുക്കും 2 കൈയിലും. അതേപോലെ തന്നെ കാലിലും ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് പ്ലമ്മിൻ്റെ ഒരു ബോഡി ലോഷൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ പ്രൊഡക്റ്റ് ആസസ് കഴിഞ്ഞിട്ടില്ല. സോ ഇതിങ്ങനെ കയ്യിലാക്കി, അതുപോലെ തന്നെ ഒരുപാട് എടുക്കില്ല കാരണം ഇവിടുന്ന് വാങ്ങിയാണ്ട് നല്ല പൈസയാണ്. എന്നിട്ട് കാലിൻ്റെ മുട്ടിലും കാലിൻ്റെ അടിയിലേക്കും ആക്കും കേട്ടോ. 2 കാലിലും അങ്ങനെ പെട്ടെന്ന് ഞാൻ ആക്കട്ടെ. പിന്നെ എൻ്റെ കാലിൻ്റെ പാതയില്ലേ, അത് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. പക്ഷേ അതിന് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ലോഷൻ പോലെ തന്നെ കാലിൻ്റെ ഈ ഒരു എന്താ പറയുക, ഹീലിൻ്റെ പോർഷൻ ഇല്ലേ, മടമ്പ് ഭാഗം, ആ ഭാഗത്ത് തേച്ചിട്ട് സോക്സ് ഇടാറാണ് ചെയ്യാറ്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം ഇസ് ഡിയോഡറൻറ്റ് അല്ലെങ്കിൽ പിറ്റ് ക്രീം. ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം ഗുഡ്നസിൻ്റെ ഈ ഒരു പിറ്റ് ക്രീമാണ്. അല്ലെങ്കിൽ ഞാൻ നിവ്യേൻ്റെ ഡിയോഡറൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി രാത്രി കുളിക്കുന്ന ദിവസം ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ ഇത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഇതാക്കാറ്. ഇതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ, എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് നമ്മളെ ആംപിറ്റിൻ്റെ അവിടെ ഇങ്ങനെ സാധാ ലോഷനൊക്കെ തേക്കണ പോലെ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നല്ല സ്മെല്ലാണ് ഇതിന്. ആൻഡ് ഇതൊരു 24 hours ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ മണം പോവൊന്നുമില്ല. അപ്പം അതേപോലെ തന്നെ ഒരു സെറ്റും കൂടി എടുക്കും. എന്നിട്ട് ഈ വിരലിലേക്ക് ആക്കും. ഇതുപോലെ തന്നെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ തേച്ച് കൊടുക്കും. അപ്പോൾ നല്ലതാണ്. എനിക്ക് ഡിയോഡറൻറ്റ്, പൊതുവെയുള്ള ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ഫീൽ ഇഷ്ടമാണ്. പക്ഷേ ഇത് കയ്യിലാക്കാനുള്ള പണി കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വലിയ സമയം എടുത്ത് കുളിക്കുന്ന ദിവസമൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കഴിക്കുന്നു നമ്മൾ ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകട്ടെ. എന്നിട്ട് എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ എന്തായാലും കൈയൊക്കെ കഴുകി ഈ മുടിയിൽ നിന്നും കയ്യിൽ നോക്കി സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ പോയിട്ട് എൻ്റെ വർക്ക് ചെയ്യട്ടെ. അപ്പോൾ